നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. പ്രസ്റ്റണിൽ മലയാളി യുവാവ് ആത്മഹത്യ ചെയ്തു. ഇടുക്കി കട്ടപ്പന സ്വദേശി അനീഷ് ജോയിയാണ് UKയിലെ പ്രസ്റ്റണിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അനീഷ് ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണെന്നാണ് സൂചന. ലങ്കൻഷെയർ ആൻഡ് സൗത്ത് കംബ്രിയ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ് ജീവനക്കാരനായിരുന്നു. 2 ദിവസം മുൻപ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പോലീസ് അനീഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിലെത്തിയ അനീഷ് ആത്മഹത്യക്കുറിപ്പ് എഴുതിവെച്ച ശേഷം ജീവനൊടുക്കുകയായിരുന്നു. ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെടുക്കുകയും ഭാര്യയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. UKയിലെ ഓൺലൈൻ മലയാളം സ്കൂൾ അഡ്മിഷൻ അടുത്തയാഴ്ച വരെ. പ്രവാസ ജീവിതത്തിൽ പുതിയ തലമുറയിലേക്ക് മാതൃഭാഷ പകർന്നു കൊടുക്കുവാൻ കേരള സർക്കാരിന്റെ മലയാളം മിഷൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത 2020 സ്ഥാപിതമായ മയിൽപീലി മലയാളം സ്കൂളിന്റെ 2024-25 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അടുത്തയാഴ്ച വരെ. സെപ്റ്റംബർ 8 പഠനോത്സവത്തോടുകൂടി പുതിയ വർഷത്തിന്റെ ക്ലാസുകൾ ആരംഭിക്കും. എല്ലാ മാസവും 2ഉം 4ഉം ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസുകളിൽ മലയാളത്തിനൊപ്പം നമ്മുടെ നാടിനെപ്പറ്റിയുള്ള അവബോധവും കുട്ടികൾക്ക് ലഭിക്കുന്നു. 5 വയസ്സു മുതലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും രജിസ്റ്റർ ചെയ്യാം. മലയാളം മിഷന്റെ കണിക്കൊന്ന, സൂര്യകാന്തി തുടങ്ങിയ പാഠ്യപദ്ധതികളും വർഷാന്ത്യ പരീക്ഷയും നടത്തിവരുന്നു. ഒരു വർഷം 12 പൗണ്ട് മാത്രമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് ഈടാക്കുന്നത്. താൽപ്പര്യമുള്ളവർക്ക് മയിൽപീലി സ്കൂൾ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. സമീക്ഷ UK വടംവലി മത്സരം സെപ്റ്റംബർ 7 മാഞ്ചസ്റ്ററിൽ. സമീക്ഷ UK സംഘടിപ്പിക്കുന്ന 2ാമത് വടംവലി ടൂർണമെന്റ് സെപ്റ്റംബർ 7 വിതിൻഷോ പാർക്ക് അത്ലറ്റിക്സ് സെന്ററിൽ വെച്ച് നടത്തും. സമീക്ഷയ്ക്കൊപ്പം വയനാടിനായി വടംവലിക്കാം എന്നതാണ് ഇത്തവണത്തെ ആപ്തവാക്യം. മത്സരത്തിന്റെ ലാഭവിഹിതം വയനാടിനായി മാറ്റിവെക്കാനാണ് സംഘാടകരുടെ തീരുമാനം. ആശ്രയമറ്റ ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിനുള്ള ധനസമാഹരണത്തിലേക്ക് ഈ തുക നീക്കിവെക്കും. UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ലോക നിലവാരത്തിലുള്ള കോർട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. രാഷ്ട്രീയ പ്രതിനിധികളുടെയും സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും സാന്നിധ്യമുണ്ടാകും. കൂടാതെ മത്സരം കാണാനെത്തുന്നവർക്ക് വിവിധ സ്റ്റോളുകളിൽ നിന്നും കേരളീയ ഭക്ഷണം ലഭ്യമാക്കും. മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് സംഘാടകർ അറിയിച്ചു. അബർഡീനിലെ നൂറുകണക്കിന് അപകടകരമായ കോൺക്രീറ്റ് ഉപയോഗിച്ച വീടുകൾ പുനർനിർമ്മിക്കും. റൂഫ് പാനലുകളിൽ റൈൻഫോഴ്സ്ഡ് ഓട്ടോക്ലേവ്ഡ് എയറേറ്റഡ് കോൺക്രീറ്റ് ഉള്ളതിനാൽ അബർഡീനിലെ കൗൺസിലുകളിൽ 500-ലധികം വീടുകൾ പൊളിക്കാൻ പദ്ധതിയിട്ടതായി അബർഡീൻ സിറ്റി കൗൺസിൽ അറിയിച്ചു. ഇതിൽ 366 എണ്ണം കൗൺസിൽ അഡ്രസ് ഉള്ളവയും 138 എണ്ണം പ്രൈവറ്റുമാണ്. ചിലവ് ഏകദേശം 20 മില്യണിനും 25 മില്യണിനും ഇടയിൽ വരുമെന്നും 4 വർഷം വരെ കാലതാമസം എടുക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. പുനർനിർമ്മാണത്തിന് 130 മില്യൺ പൗണ്ട് ചെലവാകുമെന്നും 5 മുതൽ 15 വർഷം വരെ എടുക്കുമെന്നും കരുതപ്പെടുന്നു. അതോറിറ്റിയും സ്കോട്ടിഷ് സർക്കാരും തമ്മിലുള്ള ധനസഹായം സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വിസ് ബിൻ തൊഴിലാളികൾ പുതിയ ശമ്പള ഓഫർ സ്വീകരിക്കുന്നു. പണിമുടക്ക് ആലോചിക്കുന്ന സ്വെയിലിലെയും ആഷ്ഫോർഡിലെയും സ്വിസ് ബിൻ തൊഴിലാളികൾ പുതിയ ശമ്പള ഓഫർ അംഗീകരിച്ച് മെച്ചപ്പെട്ട വേതനവും തൊഴിൽ സാഹചര്യങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പണിമുടക്ക് ആലോചിക്കുന്നതിനിടയിലാണ് മാലിന്യ സ്ഥാപനമായ സ്വിസിൽ പ്രവർത്തിക്കുന്ന GMB യൂണിയൻ അംഗങ്ങളുടെ തീരുമാനം ഇന്നലെ വന്നത്. പുതിയ ഓഫർ അനുസരിച്ച് ജനുവരി 1 മുതൽ വിവിധ ബറോകളിലെ തൊഴിലാളികൾക്ക് ഒരേ വേതനം ലഭിക്കും. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ മാത്രം 36,468 മിസ്ഡ് കളക്ഷനുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് സ്വെയിലിലെ കൗൺസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി മലയാളികൾ താമസിക്കുന്ന പ്രദേശവും കൂടിയാണിത്. അടുത്തയാഴ്ച ലണ്ടനിൽ മിനി ഹീറ്റ് വേവ് അനുഭവപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. BBC കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ലണ്ടനിലെ താപനില 24 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ഉയരാൻ സാധ്യതയുണ്ട്. UKയിലെ മറ്റു പ്രദേശങ്ങളിൽ മഴയ്ക്കും കാറ്റിനുമുള്ള യെല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകി. 6 ഇഞ്ച് വരെ മഴയും 60 മൈൽ വരെ വേഗതയുള്ള കാറ്റും 24 മണിക്കൂറിനുള്ളിൽ ചില പ്രദേശങ്ങളെ ബാധിച്ചേക്കാം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.